വെൽക്കം ടു വി ഹാൻഡ്സ് റെസിപ്പീസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം നമ്മുടെ ബാങ്കോക്കിലുള്ള ട്രൂ ലവ് നെവർലാൻഡ് ഹസ്കി കഫേയിലാണ്. സോ ഇതൊരു കഫേ എന്നതിലുപരി നമ്മുടെ ഡോഗ്സുമായിട്ട് നല്ല രീതിയിൽ പ്ലേയും അതുപോലെ പെറ്റിങ്ങും ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇവരുടെ മെനു ഉണ്ട്. അതുമാത്രമല്ല ഇത് ഡോഗിന് പ്ലേ ടൈം തന്നിരിക്കുകയാണ്. സോ ഓൾമോസ്റ്റ് 1 അവറോളം നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. സോ അതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷനാണ് ഇത്. ഓൾറെഡി ഒരു ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയറൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞായിരുന്നു. ദെൻ അഗെയിൻ വി ആർ ഡൂയിങ് ദിസ്. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ കുറേ നേരം ഓൾമോസ്റ്റ് 1 അവറോളം കളിക്കാൻ പോവാം കേട്ടോ. ഇവർ സാധാ ഡോഗ്സിനെ പോലെ അല്ല. ഇവർക്ക് നല്ല -°C ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം കുറച്ച് നേരം മാത്രമേ ഇവരെ പ്ലേ ടൈമായിട്ട് വിടത്തുള്ളൂ. റെസ്റ്റ് അവരുടെ കേജസ് എന്ന് പറയുന്നത് നല്ല -°C എയർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന അവിടെയാണ് അവർ താമസിപ്പിക്കുന്നത്. അപ്പം ഒരു 1 അവർ മാത്രം അവരെ പുറത്ത് വിടും. എഗെയിൻ അവരെ തിരിച്ച് കേജസിൽ വിടും. ഇടയ്ക്ക് അങ്ങനെ മോർണിംഗ് ആഫ്റ്റർനൂൺ ബ്രേക്കിൽ ഇവരെ പുറത്തോട്ട് വിടും. This one named Fushigi. Fushigi. Fushigi and yeah, Dalia. Come here. I think you're afraid, you know. So this is all huskies, right? Dalia. Dalia sleeping? ഭയങ്കര കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഡോഗ്സ് ആണ് കേട്ടോ. Good boy. Good boy. നല്ല ഫ്രണ്ട്ലി ആണ്. For them, if you have a dog food, if you have some kind of allergy, you just use the like a dog food specific ones that they can eat. Because some are allergic to like chicken. Yeah, like my dog. So I have to give her like a special food, which is the best. So it's best nutrition for them. Otherwise, if they get, but when they're staying many of them together, they like. They are origin from Russia, right? Yeah, like Royal Canin or like a hill. It's kind of expensive, but it's pretty good for them. Like it's just everything they're needed. Sometimes you can give them vegetable. Oh, they Sometimes I see some dog has a stomach. സോ അവരെ പറ്റി കുറേ കാര്യങ്ങൾ അവരുടെ കെയർ ടേക്കേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് കൂട്ടത്തിലെ നല്ല കുട്ടിക്കുറുമ്പിയാണ്. പ്രായം വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. Moscow? Moscow? ഇത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ ഐസ് ചിപ്സ് ആയിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. സോ അവരുടെ ബോഡിയിലെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓരോ ഇൻ്റർവെല്ല് അനുസരിച്ച് നമുക്കും അത് ഫീഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷനുണ്ട്. സോ അതർ ഫുഡ്സ് ഒന്നും തന്നെ കൊടുക്കാൻ നമുക്ക് പെർമിഷനില്ല. അത് അവർ കൊടുക്കുന്ന ഫുഡ് മാത്രം. അങ്ങനെ നമ്മുടെ കുട്ടിക്കുറുമ്പിയുടെ അടുക്കൽ നമ്മൾ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഏരിയ മുഴുവനും കാണാനായിട്ട്.
ബാക്ക് സൈഡിൽ കാണുന്നതാണ് അവരുടെ ഹൗസ് കേട്ടോ. അപ്പം അതിനകത്താണ് അവരുടെ കേജസിനകത്ത് റെസ്റ്റ് ചെയ്യുന്ന പ്ലേസ്. ഇപ്പോൾ ഏകദേശം ഒരു 1 ഹവറായി എല്ലാവരും കളിച്ച് ഇത്തിരിയൊക്കെ ടയേർഡായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇരിക്കുന്നു, നമ്മളോടൊപ്പം അവരും വന്ന് ഫോട്ടോ സെക്ഷന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ബാങ്കോക്ക് വിസിറ്റ് ചെയ്യുമ്പം ഡോഗ് ലവേഴ്സ് ആയിട്ടുള്ളവരൊക്കെ മസ്റ്റായിട്ട് ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങൾക്കിതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ്. സോ നമ്മുടെ ഏകദേശം ടൈം തീരാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളെപ്പോലെ തന്നെ ഇവരുടെ കുട്ടിക്കുറുമ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്. Okay, thank you.